ഓം ശാന്തി. 23/1/70 അവ്യക്ത മഹാവാക്യങ്ങളുടെ തുടർച്ച. ബാബ ഗുരുവിൻ്റെ വരദാനമായിട്ട് സ്നേഹവും ശക്തിയും മധുബൻ വരദാന ഭൂമിയിൽ നിന്ന് കിട്ടുകയാണ്. അത് എത്രമാത്രം നിറയ്ക്കണമോ അത്രയും കുട്ടികൾ നിറച്ചുകൊണ്ടേയിരിക്കുക. അതാണ് മധുബനിൽ വന്ന് ചെയ്യേണ്ടത് എന്നാണ് ഓർമ്മിപ്പിച്ചത്. अपने को उसके अर्पण करना पड़ता है तब वरदान प्राप्त होता है। तो यहाँ भी जितना अपने को अर्पण करेंगे उतना वरदान प्राप्त होगा. അപ്പോൾ ഗുരു വരദാനം തരും. അപ്പോഴെന്താണ് ചെയ്യേണ്ടത്? സ്വയം തന്നെ ഗുരുവിൻ്റെ മുന്നിൽ അർപ്പണം ചെയ്യേണ്ടി വരും. അപ്പോഴാണ് വരദാനം പ്രാപ്തമാകുന്നത്. അപ്പോൾ ഇവിടെയും സ്വയം എത്രമാത്രം തന്നെ അർപ്പണം ചെയ്യുന്നു അത്രയും വരദാനം പ്രാപ്തമാകും. वरदान तो सभी को मिलता है, लेकिन जो ज़्यादा अपने को अर्पण करता है उतना ही वरदान का पात्र बनता है. വരദാനം എല്ലാവർക്കും കിട്ടുന്നു. എന്നാൽ ആരാണോ കൂടുതൽ സ്വയം തന്നെ അർപ്പണം ചെയ്യുന്നത് അത്രയും അവർ വരദാനത്തിൻ്റെ പാത്രമായി തീരും. വരദാൻ സെ ഐസി झोली भर लो जो भरी हुई झोली कभी खाली न हो. വരദാനം കൊണ്ട് അങ്ങനെ സഞ്ചി നിറയ്ക്കണം. ഇത് നിറയുന്ന സഞ്ചി ഒരിക്കലും കാലിയാകരുത്. ജിത്തന ജോ ഭർന ചാഹെ വഹു ഭർ സക്തേ. എത്രമാത്രം നിറയ്ക്കാൻ ആഗ്രഹിക്കുന്നു അത്രയും നിറയ്ക്കാൻ കഴിയും. ഐസാ ഹി ധ്യാൻ രഖ് കർ ഇൻ തോടെ ദിനോമേ അധക് ലാഭ് ഉഠാനാ ഹെ. അത്രയും തന്നെ ശ്രദ്ധ വെച്ച് ഈ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് അക്ഷീണരായിട്ട് ലാഭം എടുക്കണം. एक एक സെക്കൻഡ് സഫൽ കർണേക്ക് യഹ് ദിൻ ഹെ. ഓരോരോ സെക്കൻഡും സഫലമാക്കേണ്ട ദിവസമാണിത്. അബീക ഏക് സെക്കൻഡ് ബഹുത് ഫായദേ ഓർ ബഹുത് നുക്സാൻ കാ ഭി ഹെ. ഇപ്പോഴത്തെ ഓരോ സെക്കൻഡും വളരെ നേട്ടത്തിൻ്റെയും അതേസമയം വളരെ കോട്ടം ഉണ്ടാകുന്നതാണ്. ഏക് സെക്കൻഡ് മേ ജൈസെ കൈ വർഷോ കി കമായി ഗവാവി ദേത്തേ ഹേന. അപ്പോൾ ഒരു സെക്കൻഡിൽ അനേകം വർഷങ്ങളുടെ സമ്പാദ്യം നഷ്ടപ്പെടുത്തുകയും ചെയ്യാമല്ലോ. തോ യഹാങ്ക ഏക് സെക്കൻഡ് ഇത്തന ബഡാ ഹെ. മധുബനിലെ ഒരു സെക്കൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും വലുതാണ് എന്ന് ബാബ ഓർമ്മിപ്പിക്കുകയാണ്. മധുബനിലെ ഒരു സെക്കൻഡ് വളരെയധികം നേട്ടം ഉണ്ടാക്കാം, അതേപോലെ തന്നെ വളരെയധികം കോട്ടം ഉണ്ടാകും. ആ സെക്കൻഡിൻ്റെ മഹത്വത്തെ മനസ്സിലാക്കി നമ്മൾ നേട്ടം ഉണ്ടാക്കുകയാണെങ്കിൽ അത് പല വർഷങ്ങൾക്കുള്ള സമ്പാദ്യമായി തീരും. അല്ല എങ്കിൽ അത് വളരെ വലിയ നഷ്ടമായി തീരും. അപ്പോൾ അതുകൊണ്ട് ഓരോ സെക്കൻഡിൻ്റെയും മഹത്വം മനസ്സിലാക്കി ബാബയിൽ നിന്നും വരദാന ഭൂമിയിൽ നിന്നും മൂത്തവരിൽ നിന്നും എല്ലാം തന്നെ സ്നേഹവും ശക്തിയും എടുത്തുകൊണ്ടേയിരിക്കുക, നിറച്ചുകൊണ്ടേയിരിക്കുക. ത്യാഗ് സേ ഹി ഭാഗ്യ ബൻതാ ഹെ. ത്യാഗത്തിലൂടെയാണ് ഭാഗ്യം ഉണ്ടാകുന്നത്. ലേക്കിൻ ത്യാഗ് കർണേ കെ ബാദ് മനസാ മേ ഭി സങ്കൽപ്പ് ത്യാഗ് കർണേ കെ ബാദ് മനസാ മേ ഭി സങ്കൽപ്പ് ഉൽപ്പന്ന നഹി ഹോനാ ചാഹിയെ. ത്യാഗത്തിലൂടെയാണ് ഭാഗ്യം ഉണ്ടാകുന്നത്. എന്നാൽ ത്യാഗം ചെയ്തതിന് ശേഷം മനസ്സിൽ പോലും ആ സങ്കല്പം ഉയരാൻ പാടില്ല. ജബ് കോയി ബലി ചടുത്താ ഹെ തോ ഉസ്മേ അഗർ ജരാ ഭി ചില്ലായ व आंखों से बूंद निकली तो उनको देवी के आगे स्वीकार नहीं कराएंगे. അപ്പം ബാബു പറയാണ്, ബലി അർപ്പിക്കുന്ന സമയത്ത് ആ മൃഗം ലേശമെങ്കിലും കരയുകയാണ്, അല്ലെങ്കിൽ കണ്ണിൽ നിന്നും കണ്ണുനീർ വരികയാണെങ്കിൽ ദേവി ആ ബലിയെ സ്വീകരിക്കാറില്ല. ഝടക്കു സുനാഹേന, അതായത് ഒറ്റയടിക്ക് മുറിയണം എന്നുള്ളത് കേട്ടിട്ടുണ്ടല്ലോ. एक धक से कोई चीज़ को ख़त्म करने और बार बार काटने में फ़र्क रहता है ना. ഒറ്റയടിക്ക് ഒരു വസ്തുവിനെ മുറിക്കുന്നതും അതിനെ കൂടെ വെട്ടിയിട്ട് മുറിക്കുന്നതും തമ്മിൽ വ്യത്യാസം ഉണ്ടാകുമല്ലോ. ഛടക്കു അർത്ഥാത് ഏക് ധക്ക് സേ ഖതം. അതായത് ഒറ്റയടിക്ക് മുറിക്കുക, അതാണ് ബാബ ആഗ്രഹിക്കുന്നത്. അർത്ഥം, നമ്മൾ സങ്കല്പത്തിലൂടെ ബാബയ്ക്ക് സമർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് കൂടെ ചിന്തിച്ച് ഞാൻ അങ്ങനെ ചെയ്തല്ലോ, ഞാൻ ഇങ്ങനെ ചെയ്തല്ലോ, ഇതെല്ലാം ഞാൻ ത്യാഗം ചെയ്തല്ലോ എന്ന് ചിന്തിക്കുന്നത് തെറ്റാണ്. ആ ബലി ബാബ സ്വീകരിക്കുകയില്ല എന്ന് ബാബ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. बाप दादा के पास भी कौन से बच्चे स्वीकार होंगे.
ബാബ്ദാദയുടെ അടുത്തും ഏത് കുട്ടികളെയാണ് ബാബ സ്വീകരിക്കുന്നത്? ജിൻകോ മനസ്സാമേ ഭി സങ്കൽപ്പനായേ ഇസ്കോ കഹാ ജാത്താ ഹേ മഹാബലി. ആർക്കാണോ മനസ്സാ പോലും സങ്കല്പം വരാത്തത്, ഇതിനെയാണ് മഹാബലി എന്ന് പറയുന്നത്. ഐസെ മഹാൻ ബലി കോ ഹി മഹാൻ ബൽ കി പ്രാപ്തി ഹോത്തി ഹെ. അങ്ങനെയുള്ള മഹാൻ ബലികൾക്കാണ് മഹാൻ ബലത്തിൻ്റെ പ്രാപ്തി ഉണ്ടാകുന്നത്. അതായത് മഹാബലി ചെയ്യുന്നവർക്കാണ് മഹാൻ ശക്തി പ്രാപ്തമാകുന്നത്. മഹാബലി എന്ന് ബാബ ഉദ്ദേശിക്കുന്നത്, അതായത് ബാബയ്ക്ക് സമർപ്പിച്ചതിന് ശേഷം സങ്കല്പത്തിൽ പോലും പിന്നെ ആ ത്യാഗത്തിൻ്റെ കാര്യം ഓർമ്മ വരാതിരിക്കുക. സർവശക്തിമാൻ കെ ബच्चे हो और फिर शक्ति नहीं, बाप की पूरी जायदाद का हकदार बनना है ना. സർവശക്തിവാൻ്റെ മക്കളാണ്, പിന്നെ ശക്തിയില്ല. ബാബയുടെ പൂർണ്ണമായിട്ടുള്ള സമ്പത്തിൻ്റെ അവകാശികളാകണമല്ലോ. സർവശക്തിവാൻ ബാപ് की सर्व प्राप्तियों की जायदाद ജന്മസിദ്ധ അധികാർ സദൈവ് അപ്പനെ സാമനെ രഖോ. സർവശക്തിവാൻ ബാബയുടെ സർവശക്തികളുടെയും പ്രോപ്പർട്ടി അഥവാ ഇത് സമ്പത്ത്, ജന്മസിദ്ധ അധികാരം സദാ മുന്നിൽ വയ്ക്കൂ. ബാബ പറയാൻ, നിങ്ങൾ എൻ്റെ മക്കളാണ്, ഞാൻ സർവശക്തിവാനാണ്. സർവശക്തിവാൻ്റെ മക്കൾക്ക് ശക്തിയില്ലയോ? അത് ശരിയാവില്ലല്ലോ. അപ്പോൾ ബാബയുടെ പൂർണ്ണമായിട്ടുള്ള സമ്പത്ത് നിങ്ങളുടെ ജന്മസിദ്ധ അധികാരമാണ്. സർവശക്തിവാൻ കെ ആകെ കംജോരി ടഹർ സക്തി ഹെ. സർവശക്തിവാൻ്റെ മുന്നിൽ ശക്തിഹീനത നിലനിൽക്കുമോ? ആജിസെ കംജോരി ഖതം. ഇന്നു മുതൽ ശക്തിഹീനത ഇല്ലാതാകണം. സിർഫ് ഏക് ശക്തി നഹി പാണ്ഡവ് ഭി ശക്തി രൂപ് ഹെ. വെറും ഒരു ശക്തിയല്ല, പാണ്ഡവരും ശക്തി രൂപമാണ്. ഏക് ദീപ് സെ അനേക ജഗത്തെ ഹെ. ഒരു ദീപത്തിൽ നിന്നും അനേകം ദീപം കൊളുത്തുകയാണ്, പ്രകാശിക്കുകയാണ്. ഡബിൾ സർജറി കർത്തേ ഹോ. ബാബ ചോദിക്കുക, ഡബിൾ സർജറി ആണോ ചെയ്യുന്നത്? ഔർ ഹി അച്ഛാ ചാൻസ് മിൽത്താ ഹെ ദോ മാർഗ് ബതാനേക്കാം. ബാബ പറയുന്നു, വീണ്ടും നല്ല അവസരമാണ് കിട്ടുന്നത് രണ്ട് മാർഗം പറഞ്ഞു കൊടുക്കുന്നതിൻ്റെ. ശരീർ കാ ഭി ഔർ മൻ കാ ഭി. ശരീരത്തിൻ്റെയും അതേപോലെ മനസ്സിൻ്റെയും. ഇപ്പോൾ ഡോക്ടേഴ്സ് ആയതുകൊണ്ട് ബാബ പറയുകയാണ് ഡബിൾ സർജറിയുടെ കാര്യം. അതായത് ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും സർജറിയെക്കുറിച്ച് ബാബ പറയുകയാണ്. ജൈസെ സ്ഥൂൽ സർവീസ് കർണേ സെ തനഖാ മിൽത്തി ഹെ, വൈസേ ഹി ഈശ്വരീയ സർവീസ് കർണേ സെ ക്യാ തനഖാ മിൽത്തി ഹെ. ഇപ്പോൾ സ്ഥൂലമായിട്ടുള്ള സേവനം ചെയ്യുമ്പോൾ ശമ്പളം കിട്ടുന്നുണ്ട്. അതേപോലെ ഈശ്വരീയ സേവനം ചെയ്യുന്നത് കൊണ്ട് എന്ത് ശമ്പളമാണ് കിട്ടുന്നത്? അപ്പോൾ അവർ പറഞ്ഞു, സ്വർഗ്ഗ ബാദശാഹി മിൽത്തി ഹെ. സ്വർഗത്തിൻ്റെ ചക്രവർത്തി പദവി കിട്ടുമെന്ന്. വഹത്തോ വഹാ മിലെങ്കി ലേക്കിൻ യഹാൻ ക്യാ മിൽത്താ ഹെ. അപ്പോൾ ബാബ ഉത്തരം പറയുകയാണ്, അത് അവിടെയാണ് കിട്ടുന്നത്, എന്നാൽ ഇവിടെ എന്താണ് കിട്ടുന്നത്? അതായത് ഇവിടെ സ്ഥൂലമായിട്ട് ലൗകിക സേവനം ചെയ്യുമ്പോൾ ശമ്പളം കിട്ടും ഡോക്ടേഴ്സിന്. അപ്പോൾ ഇവിടെ ബാബയുടെ സേവനം ചെയ്യുന്നത് കൊണ്ട് എന്താണ് കിട്ടുന്നത്, ഏത് ശമ്പളമാണ് ഇവിടെ കിട്ടുന്നത് എന്ന് ബാബ ചോദിക്കുകയാണ്. പ്രത്യക്ഷ ഫൽ കാ അനുഭവ ഹോത്താ ഹെ. പ്രത്യക്ഷ ഫലത്തിൻ്റെ അനുഭവം ഉണ്ടാകുന്നുണ്ടോ? ഭവിഷ്യത്തോ ബൻതാ ഹി ഹെ, ലേക്കിൻ ഭവിഷ്യ സേ ഭി ജ്യാദ അഭി കി പ്രാപ്തി ഹെ. ഭവിഷ്യം എന്തായിരുന്നാലും ഭാവി ഉണ്ടാകുക തന്നെ ചെയ്യും, എന്നാൽ ഭാവിയേക്കാൾ കൂടുതൽ ഇപ്പോഴാണ് പ്രാപ്തി കിട്ടുന്നത്. അഭി ജോ ഈശ്വരീയ അതീന്ദ്രിയ സുഖ മിൽത്താ ഹെ വഹു ഭവിഷ്യമേ നഹി മിൽ സക്ത. ഇപ്പോൾ ഏത് ഈശ്വരീയ അതീന്ദ്രിയ സുഖമാണോ കിട്ടുന്നത് അത് ഭാവിയിൽ കിട്ടുകയില്ല. യഹ അതീന്ദ്രിയ സുഖ് സാരേ കൽപ്പമേ കബീ നഹി മിൽ സക്ത. ഈ അതീന്ദ്രിയ സുഖം മുഴുവൻ കൽപ്പത്തിലും ഒരിക്കലും കിട്ടുകയില്ല. ഐസ ഖജാന അഭി ബാപ്പ് ദ്വാര മിൽത്താ ഹെ. അങ്ങനെയുള്ള ഖജനാവ് ഇപ്പോൾ ബാബയിലൂടെ കിട്ടുകയാണ്. അപ്പം ബാബ പറഞ്ഞ് മനസ്സിലാക്കി തരികയാണ്, അതീന്ദ്രിയ സുഖം ഇപ്പോൾ ബാബയിൽ നിന്ന് കിട്ടുന്നത് അത് മുഴുവൻ കൽപ്പത്തിലും പിന്നൊരിക്കലും കിട്ടുകയില്ല. അപ്പോൾ ഈ സമയത്ത് ഈശ്വരീയ സേവനം ചെയ്യുന്നത് കൊണ്ട് നമുക്കുണ്ടാകുന്ന ആ സമ്പത്ത് അല്ലെങ്കിൽ ആ സുഖമെന്ന് പറയുന്നത് അതീന്ദ്രിയ സുഖമാണ്. അനേക ജന്മ ഇന്ദ്രിയോं का सुख और एक सेकंड में അതീന്ദ്രിയ സുഖ അനുഭവ ഹോത്താ ഹെ. അനേക ജന്മം ഇന്ദ്രിയത്തിൻ്റെ സുഖങ്ങളും ഒരു സെക്കൻഡിൽ അതീന്ദ്രിയ സുഖവും അനുഭവം ഉണ്ടാകുന്നു. ശിവബാബാക്കു യുഗൾ ബനായാ ഹെ. ശിവബാബയെ തൻ്റെ യുഗളാക്കിയോ, തൻ്റെ കമ്പനിയാക്കിയോ. ബഹ് ദേഹധാരി യുഗൾ
सुख के साथी होते हैं, लेकिन यह तो दुख के समय साथी बनता है. ബാബു പറയാണ്, ദേഹധാരി കമ്പനി അഥവാ യുഗൾ സുഖത്തിൻ്റെ സമയത്ത് മാത്രമാണ് സാത്തിയാകുന്നത്. എന്നാൽ ഈ യുഗൾ ബാബ ദുഃഖത്തിൻ്റെ സമയത്താണ് സാത്തിയാകുന്നത്. ബാബ ദുഃഖത്തിൻ്റെ സമയത്ത് കൂടെ ഉണ്ടാവും. ബാബു പറയാണ്, ദേഹധാരി യുഗൾ സുഖത്തിൻ്റെ സമയത്താണ് സാത്തിയാകുന്നത്. എന്നാൽ ഈ ബാബ യുഗൾ, അതായത് കമ്പാനിയൻ, ദുഃഖത്തിൻ്റെ സമയത്തും കൂടെ ഉണ്ടാവും. ഐസെ യുഗൾക്കോ തോ ഏക് സെക്കൻഡ് ഭി അലഗ് നഹി കർണാ ചാഹിയെ. അങ്ങനെയുള്ള യുഗളിനെ ഒരു സെക്കൻഡ് പോലും ദൂരെയാക്കരുത്, അകത്തരുത്, തന്നിൽ നിന്നും ദൂരെയാക്കരുത് എന്ന് ബാബ പറയാണ്. സാത്ത് രഖ്ന അർത്ഥാത്ത് ശക്തി രൂപബന്ന. ബാബയെ കൂടെ വയ്ക്കുക അർത്ഥം ശക്തി രൂപമാകുക. യഹ് ബ്രാഹ്മൺ പരിവാർ ദേഖ. ഈ ബ്രാഹ്മണ കുടുംബം കണ്ടോ? ഇത്തനാ ബഡാ പരിവാർ കബ് മിൽത്താ ഹൈ. ഇത്രയും വലിയ കുടുംബം എപ്പോഴെങ്കിലും കിട്ടുമോ? സിർഫ് ഈ സംഗം പർ ഹി ഇത്തനാ ബഡാ പരിവാർ മിൽത്താ ഹൈ. ഈ സംഗമത്തിൽ മാത്രമേ ഇത്രയും വലിയ കുടുംബം കിട്ടുകയുള്ളൂ. ഹം ഇത്തനെ ബഡേ പരിവാർ കെ ഹേ യഹ് നശ രേത്താ ഹൈ. അത് നമ്മൾ ഇത്രയും വലിയ കുടുംബത്തിലേതാണ്. ഈ ഒരു ലഹരിയുണ്ടോ? जितना कोई बड़े परिवार का होता है उतनी उसको खुशी होती है. ആര് എത്ര വലിയ കുടുംബത്തിലേതാണോ അത്രയും അവർക്ക് സന്തോഷം ഉണ്ടാവും. സാരി ദുനിയാമേ ഹം തോടോങ്കോ ഇത്തന ബഡാ പരിവാർ മിൽത്താ ഹെ. മുഴുവൻ ലോകത്ത് വെച്ച് വളരെ കുറച്ച് പേര് നമുക്ക് മാത്രമേ ഇത്രയും വലിയ കുടുംബം കിട്ടുകയുള്ളൂ. തോ യഹ് നിശ്ചയോ നശ ഹോനാ ചാഹിയെ. എത്ര വലിയ കുടുംബത്തിലേതാണ് നമ്മൾ. അപ്പോൾ ബാബ അത് ഓർമ്മിപ്പിക്കുകയാണ്. ഇത്രയും വലിയ കുടുംബം മുഴുവൻ കൽപ്പത്തിലും പിന്നെ ഒരിക്കലും കിട്ടുകയില്ല. ഈ സംഗമത്തിൽ മാത്രമേ അത് കിട്ടുകയുള്ളൂ. അതുകൊണ്ട് ആ നിശ്ചയവും ആ ലഹരിയും വേണം. ഹറേക്ക് കോയ് നശ ഹോന ചാഹിയെ കി കോട്ടോ മേ സെ കോയ് ഹം ഗായൻ മേ ആനെ വാലി ആത്മായെ ഹേ. ഓരോരുത്തർക്കും ഈ ലഹരി ഉണ്ടാകണം. കോടിയിൽ ചിലർ, അതിലും ചിലരെന്നുള്ള മഹിമയിൽപ്പെട്ട ആത്മാക്കളാണ് നമ്മൾ. കോടിയിൽ ചിലർക്ക് മാത്രമേ ഈശ്വരനെ അറിയാൻ കഴിയുകയുള്ളൂ, അതിലും ചിലർക്ക് മാത്രമേ ഈശ്വരപ്രാപ്തി ഉണ്ടാകുകയുള്ളൂ എന്നുള്ള മഹിമയ്ക്ക് യോഗ്യരാണ് ഞാൻ. ആ ഒരു നിശ്ചയവും ലഹരിയും കുട്ടികൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം. കവി സോച്ചാ ഥാ ക്യാ കി ഐസ സൗഭാഗ്യ പ്രാപ്ത് ഹോ സക്താ ഹെ. നിങ്ങളെപ്പോഴെങ്കിലും ചിന്തിച്ചിരുന്നോ ഇങ്ങനെയൊരു സൗഭാഗ്യം എനിക്ക് പ്രാപ്തമാകുമെന്ന്? അചാനക് ലോട്ടറി മിലി ഹെ. അപ്രതീക്ഷിതമായിട്ട് ലോട്ടറി കിട്ടിയതാണ്. ലോട്ടറിക്ക് ഖുഷി ഹോത്തി ഹേ ന. और फिर यह അവിനാശി ലോട്ടറി ഹെ. സാധാരണ ലോട്ടറി അടിക്കുമ്പോൾ വളരെ സന്തോഷം ഉണ്ടാകുമല്ലോ. പിന്നെ ഈ ലോട്ടറി എന്ന് പറയുന്നത് എന്നെന്നും നിലനിൽക്കുന്ന അവിനാശിയായിട്ടുള്ളതാണ്. ജോ കബി ഖതം ഹോ ന സകെ. ഇതൊരിക്കലും ഇല്ലാതാകുകയില്ല. ഐസി ലോട്ടറി ഹം ആത്മാവും കോ മിലി ഹെ. അങ്ങനെയുള്ള ലോട്ടറിയാണ് ആത്മാക്കളാകുന്ന നമുക്ക് കിട്ടിയിരിക്കുന്നത്. യഹ് നശ രേത്ത ഹെ. ബാബ ചോദിക്കുക, ഈ ഒരു ലഹരി നിങ്ങൾക്കുണ്ടോ? ബാബ പറയാണ്, ഇതൊരിക്കലും നശിക്കാത്ത അവിനാശിയായിട്ടുള്ള ലോട്ടറിയാണ്. ആ ഒരു ലഹരി കുട്ടികൾക്ക് സദാ ഉണ്ടാകണം. കോനെ കോനെ സെ ബാബ്ദാദാനെ ദേഖോ കിനൂങ്കോ ചുനാ ഹെ. അതായത് ഓരോരോ മൂലയിൽ നിന്നും നോക്കൂ ബാബ ആരെയാണ് തിരഞ്ഞെടുത്തത്. ചുനേ ഹുയെ രത്നോമേ ആപ്പ് വിശേഷു. തിരഞ്ഞെടുത്ത രത്നങ്ങളിൽ നിങ്ങൾ വിശേഷ രത്നങ്ങളാണ്. യഹ് യാദ് രഹത്താ ഹെ. ഇതെപ്പോഴും ഓർമ്മയുണ്ടോ? അതായത് ബാബ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ തിരഞ്ഞു പെറുക്കി എടുത്തുകൊണ്ട് വന്നിരിക്കുന്ന രത്നങ്ങളാണ്. അപ്പോൾ ബാബ എന്നെ സെലക്ട് ചെയ്തതാണ്, ബാബ എന്നെ തിരഞ്ഞെടുത്തതാണ്. ആ ഒരു സന്തോഷം കുട്ടികൾക്കുണ്ടോ? ലഹരിയുണ്ടോ? കോൻ കോൻ സെ ബാബ്ദാദാനെ ദേഖോ കിനോങ്കോ ചുനാ ഹെ. ചുനേ ഹുയെ രത്നോ മേ ആപ്പ് വിശേഷ് ഹെ. യഹ് യാദ് രഹത്താ ഹെ. ബാബ്ദാദാ കോ കോൻ സെ രത്തൻ അച്ഛേ ലഗ്തേ ഹെ. ബാബ്ദാദായ്ക്ക് ഏത് രത്നങ്ങളെയാണ് ഇഷ്ടം? സാധാരണ ഐസി ഖുഷി സദൈവ് അവിനാശി രഹേ. അപ്പോൾ ബാബ പറയാണ്, സാധാരണ രത്നങ്ങളെയാണ് ബാബ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അങ്ങനെയുള്ള കുട്ടികളെയാണ് ബാബ തിരഞ്ഞെടുത്തത്. ആ സന്തോഷം സദാ നിലനിൽക്കണം. വഹ് കൈസേ രഹേങ്കി. ആ സന്തോഷം എങ്ങനെ സദാ നിലനിൽക്കും? ജൈസെ ദീപക് ഹോത്താ ഹെ വഹ് സദൈവ് ജഗാ രഹേ ഇസ്കേ ലിയേ ധ്യാൻ രഖ്തേ ഹെ. ഏതുപോലെ ദീപം അത് സദാ പ്രകാശിച്ചുകൊണ്ടിരിക്കണമെങ്കിൽ ശ്രദ്ധ വയ്ക്കാറുണ്ടല്ലോ. घृत और व्यक्ति इन दो चीज़ का ख्याल रखना पड़ता है. ഏതുപോലെ എണ്ണയും തിരിയും
രണ്ടും നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രമേ ദീപം ഒരേപോലെ തെളിയുകയുള്ളൂ. तो यहाँ भी खुशी का दीपक सदैव जगा रहे, इसके लिए 2 बातें ध्यान में रखना है. അപ്പോൾ ഇവിടെയും സന്തോഷത്തിൻ്റെ ദീപം സദാ പ്രകാശിച്ചുകൊണ്ടിരിക്കണം. അതിനുവേണ്ടി 2 കാര്യങ്ങൾ ശ്രദ്ധയിൽ വയ്ക്കണം. ജ്ഞാൻ ഘൃത് और योग है ബത്തി. ജ്ഞാനം എണ്ണയാണ്, യോഗം എന്ന് പറയുന്നത് തിരിയാണ്. അപ്പോൾ ഇത് രണ്ടിലും നമ്മൾ ശ്രദ്ധ കൊടുക്കുകയാണെങ്കിൽ ബാബു പറയാണ് സന്തോഷത്തിൻ്റെ ആ ദീപം സദാ പ്രകാശിച്ചുകൊണ്ടിരിക്കും. अगर यह दोनों ही ठीक है तो खुशी का दीपक अविनाशी रहेगा, कभी बुझेगा नहीं. സന്തോഷമാകുന്ന ദീപം ഒരിക്കലും അണയാതിരിക്കാൻ വേണ്ടി ബാബു പറയുകയാണ് ജ്ഞാനമാകുന്ന എണ്ണയും യോഗമാകുന്ന തിരിയും മേലും സദാ ശ്രദ്ധ കൊടുക്കണം. ബാബ എന്നെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്, എന്നെ സെലക്ട് ചെയ്തതാണ്. ആ ഉള്ളിൻ്റെ ഉള്ളിൽ ആ സന്തോഷം ഉണ്ടാകണം. ആ കോടിയിൽ ചില ആത്മാവെന്നുള്ള മഹിമയ്ക്ക് ഞാൻ യോഗ്യനാണ്. എപ്പോഴും ആ ഒരു ഉണർവും ഉന്മേഷവും സന്തോഷവും കുട്ടികൾക്കുണ്ടാകണം എന്നാണ് ബാബ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. 15 दिन भी इस സംഗമയുഗ के बहुत है. 15 ദിവസവും സംഗമയുഗത്തിൻ്റേത് വളരെ വലിയ ദിവസങ്ങളാണ്. ऐसे मत समझना कि हम तो 15 दिन के बच्चे हैं, लेकिन संगम का समय ही अभी बहुत कम है. 15 ദിവസത്തെ കുട്ടികളാണ് നമ്മളെന്ന് മനസ്സിലാക്കരുത്. സംഗമത്തിലെ ഓരോ സമയവും വളരെ വിലപ്പെട്ടതാണ്. വളരെ കുറച്ച് സമയം മാത്രമേ സംഗമത്തിനുള്ളൂ. इस कम के हिसाब से यह 15 दिन भी बहुत है, इसलिए अब ऐसे ही सोचना कि लास्ट वालों को फास्ट होना है. അപ്പോൾ ഈ കുറഞ്ഞ സമയത്തിൻ്റെ കണക്ക് വെച്ച് 15 ദിവസവും വളരെയധികമാണ്. അതുകൊണ്ട് ഒരിക്കലും ഇങ്ങനെ ചിന്തിക്കരുത് ലാസ്റ്റ് വന്നിട്ടുള്ളവർക്കും ഫാസ്റ്റായിട്ട് പോകാൻ കഴിയും. അപ്പം ബാബ പറയുകയാണ് സംഗമം വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. ആ കണക്ക് വെച്ച് നോക്കുമ്പോൾ 15 ദിവസം എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഫാസ്റ്റായിട്ട് പോകാൻ സാധിക്കും എന്ന് ആ കുട്ടികളോട് ബാബ ആശ്വസിപ്പിക്കുകയാണ്. बिछड़े हुए जो होते हैं वह आने से ही तीव्र पुरुषार्थ में लग जाते हैं. വേർപെട്ടിരുന്നവർ വരുമ്പോൾ തന്നെ തീവ്രമായ പുരുഷാർത്ഥത്തിൽ മുഴുകും. ഹിമ്മത്ത് ബച്ചെ രക്തേ ഹേ മദത് ബാബ് ദേത്തെ ഹേ. ധൈര്യം കുട്ടികൾ വയ്ക്കും, സഹായം ബാബ കൊടുക്കും. ഏക് കുമാരി 100 ബ്രാഹ്മണോ സെ ഉത്തം ഗായി ജാത്തി ഹേ. ഒരു കുമാരി 100 ബ്രാഹ്മണരേക്കാൾ ഉത്തമമാണെന്നാണ് പാടുന്നത്. एक में 100 की शक्ति भरेंगे तो क्या नहीं कर सकते. ആ ഒന്നിൽ 100ൻ്റെ ശക്തി നിറയ്ക്കുകയാണെങ്കിൽ എന്താണ് ചെയ്യാൻ കഴിയാത്തത്? ഇപ്പോൾ സാധാരണ പറയാറുണ്ട് ഒരു കന്യക, ഒരു കുമാരി എന്ന് പറയുന്നത് 100 ബ്രാഹ്മണർക്ക് സമാനമാണ്. അപ്പം ബാബു പറയാണ് ഒരു കുമാരിയിൽ 100 പേരുടെ ശക്തി നിറയുകയാണെങ്കിൽ എന്താണ് ചെയ്യാൻ സാധിക്കാത്തത്? സിർഫ് അപ്പനെ പാവുക്കോ പക്കാ മസ്ബൂത്ത് ബനാവോ. തൻ്റെ കാലിനെ ശക്തമാക്കൂ. കിത്തനാ ഭി കോയി ഹിലായെ തോ ഹിൽനാ നഹി ഹേ. ആര് എത്രമാത്രം കുലുക്കിയിരുന്നാലും കുലുങ്ങാൻ പാടില്ല. അച്ചൽ ഘർ ഭി തുമാരാ യാദ്ഗാർ ഹേന. അച്ചൽ ഘർ ഒരിക്കലും കുലുങ്ങാത്ത വീട്, അത് നിങ്ങളുടെ തന്നെ സ്മരണയാണല്ലോ. അച്ചലർത്ഥാത് ജിസ്കോ കോയി ഹിലാ ന സകെ. അച്ചലർത്ഥം ആരെയാണോ ആർക്കും കുലുക്കാൻ പറ്റാത്തത്, അചഞ്ചലമായിട്ടിരിക്കുക. തോ 3 മാസ് മേ 3 വർഷ ലിയാ ഹേ. ഇപ്പോൾ ബാബു പറയാണ് 3 മാസം കൊണ്ട് 3 സമ്പത്തെടുത്തു. ബാപ്ദാദ 3 വർഷ കോൺസാ ദേത്തെ ഹേ. ബാപ്ദാദ 3 സമ്പത്ത് ഏതൊക്കെയാണ് തരുന്നത്? സുഖ്, ശാന്തി और ശക്തി. സുഖവും ശാന്തിയും ശക്തിയും ഈ 3 സമ്പത്ത് 3 മാസം കൊണ്ട് കുട്ടികൾക്ക് തരികയാണ്. ജിത്തന അധികാർ ലേങ്കെ ഉത്തന വഹാൻ രാജ്യക്ക് അധികാരി ബനേങ്കെ. എത്രമാത്രം അധികാരം എടുക്കുന്നു അത്രയും അവിടെ രാജ്യത്തിൻ്റെ അധികാരിയാകും. സമ്പൂർണ്ണ അധികാർ പാനേക്ക ലക്ഷ്യ രഖന ഹേ. സമ്പൂർണ്ണ അധികാരം എടുക്കണമെന്നുള്ള ലക്ഷ്യം വയ്ക്കണം. ക്യോങ്കി ബാപ്പു ഭി സമ്പൂർണ്ണ ഹേന. എന്തുകൊണ്ടെന്നാൽ ബാബയും സമ്പൂർണ്ണമാണല്ലോ. യുഗൾ രഹത്തെ ഹുയെ അക്കേലെ രഹത്തെ ഹോ വ യുഗൾ രൂപമേ രഹത്തെ ഹോ. ബാബ ചോദിക്കാൻ യുഗളായിട്ടും ഒറ്റയ്ക്കാണോ ഇരിക്കുന്നത് അതോ യുഗൾ രൂപത്തിൽ തന്നെയാണോ? അഖേല രൂപ് കൊൻസാഹെ. ഒറ്റയ്ക്കുള്ള രൂപം ഏതാണ്? ആത്മാ അഖേലി ഹേന. ആത്മാവ് ഒറ്റയ്ക്കാണ്. ആത്തേ ഭി അക്കേലേ ഹെ ജാത്തേ ഭി അക്കേലേ ഹെ. ആത്മാവ് വരുന്നതും ഒറ്റയ്ക്കാണ്, പോകുന്നതും ഒറ്റയ്ക്കാണ്.
तो युगल रूप में पार्ट बजाते भी आत्मिक स्थिति में रहना अर्थात अकेले बनना है और फिर रूहानी युगल बनना है. അപ്പോൾ യുഗൾ രൂപത്തിൽ പാട്ട് അഭിനയിച്ചുകൊണ്ടും ആത്മീയ സ്ഥിതിയിലിരിക്കണം, അർത്ഥം ഒറ്റയ്ക്കാകണം, പിന്നെ ആത്മീയ യുഗളാകണം. ബാബ പറഞ്ഞ് മനസ്സിലാക്കി തരികയാണ്. അതായത് ഒറ്റയ്ക്കാണോ ഇരിക്കുന്നതോ യുഗൾ രൂപത്തിലാണോ. അപ്പോൾ ഇവിടെ ആത്മാവ് മാത്രമാകുമ്പോൾ ഒറ്റയ്ക്കാണ്. പിന്നെ ബാബ പറയുകയാണ് ഫിർ റൂഹാനി യുഗൾ ബന്നായി, ആത്മീയ യുഗളാകണം എന്ന് പറഞ്ഞാൽ അർത്ഥം ബാപ്പോർ ബച്ചി, ബാവയും മക്കളും. വഹുത്തോ ഹുവ ദേഹക്ക യുഗൾ. ഇപ്പോൾ സാധാരണ ലൗകികത്തിലുള്ളത് ദേഹത്തിൻ്റെ യുഗളാണ്. ആത്മാ ഓർ പരമാത്മ യഹുവി യുഗൾ ഹെ. ആത്മാവും പരമാത്മാവും ഇത് രണ്ടും കമ്പൈനീനാണ്. ആത്മാ സജനി സീത കേത്തെ ഹേന. ആത്മാവിനെ സജനി അല്ലെങ്കിൽ സീത എന്നാണല്ലോ പറയുന്നത്. പരമാത്മാ ഹേ സാജൻ രാം. പരമാത്മാവ് സാജനാണ്, പ്രിയതമനാണ്, രാമനാണ്. तो रूहानी युगल मूर्त बनना है. അപ്പോൾ ഇതിനെയാണ് ആത്മീയ യുഗൾ മൂർത്ത് എന്ന് പറയുന്നത്. ബസ് ദേഹക്കെ യുഗൾ രൂപനെ, ദേഹത്തിൻ്റെ യുഗൾ രൂപമല്ല ബാബ ഓർമ്മിപ്പിക്കുന്നത്, ആത്മീയ യുഗൾ മൂർത്താണ്. ദേഹധാരിക്കൾ യുഗൾ രൂപ് ഖതം ഹുവ. ദേഹധാരിയുടെ ആ യുഗൾ രൂപം എന്നുള്ളത് ഇപ്പോൾ ഇല്ലാതായല്ലോ. ബാബ നമ്മളെ പഠിപ്പിക്കുന്നത് ആത്മീയ യുഗൾ രൂപമാണ്. ആത്മാവും പരമാത്മാവും, ആത്മാവ് സീത, പരമാത്മാവ് രാമൻ, ആത്മാവ് സജനി, പരമാത്മാവ് സാജൻ. അപ്പോൾ അങ്ങനെയുള്ള കമ്പൈനിനാണ് ഇവിടെ വേണ്ടത്. എപ്പോഴും ആ ഒരു കമ്പൈനർഷിപ്പിൽ ഇരിക്കണം, ഒരിക്കലും ഒറ്റയ്ക്കാകരുത്. അങ്ങനെ ബാബ ഓർമ്മിപ്പിക്കുകയാണ്. अनेक जन्म देहधारी युगल रूप देखा, अब आत्मा और परमात्मा का युगल रूप बनना है. അനേക ജന്മം ദേഹധാരി യുഗൾ രൂപം നമ്മൾ കണ്ടു. ഇപ്പോഴ് ആത്മാവ് പരമാത്മാവിൻ്റെ യുഗൾ രൂപമാണ് ആകേണ്ടത്. ആത്മാ പരമാത്മാ യുഗൾ രൂപം അർത്ഥം കമ്പൈനിനാണ് ആകേണ്ടത്. ഐസി സ്ഥിതിമേ രേത്തേ ഹോ, അങ്ങനെയുള്ള സ്ഥിതിയിലാണോ ഇപ്പോഴിരിക്കുന്നത്. ഈ സനോഖേ യുഗൾ രൂപക്കെ സാമനെ വഹ് യുഗൾ തോ കുച്ച് നഹി. ഈ വിചിത്രമായ കമ്പൈനിൻ രൂപത്തിൻ്റെ മുന്നിൽ ആ യുഗൾ എന്ന് പറയുന്ന ഒന്നുമല്ല, ദേഹധാരി യുഗൾ ഒന്നുമല്ല എന്ന് ബാബ പറയാണ്. തോ ദേഹ് കി ഭാവന ഖതം ഹോ ജായെങ്കി. അങ്ങനെയാകുമ്പോൾ ദേഹത്തിൻ്റെ ഭാവന ഇല്ലാതാകും. സബീസെ പ്രിയ ചീസ് ക്യാ ഹെ, ഏറ്റവും പ്രിയമായിട്ടുള്ള വസ്തു എന്താണ്. പ്രിയ ചീസ് അച്ചി ലഗ്തി ഹെ ന, പ്രിയ വസ്തു ഇഷ്ടപ്പെടുമല്ലോ. तो उस प्रिय वस्तु को छोड़ दूसरे को प्रिय कैसे बना सकते हैं. ബാബ പറയണം, ആ പ്രിയമായിട്ടുള്ള ഒന്നിനെ വിട്ടിട്ട് മറ്റൊന്നിനെ എങ്ങനെ പ്രിയമാക്കാൻ കഴിയും. ബാബയാണ് ഏറ്റവും പ്രിയം, ആത്മാവിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടത് ബാബയാണ്. ഏറ്റവും പ്രിയപ്പെട്ട ബാബയെ എങ്ങനെ വിടാൻ കഴിയും. അക്കേലാ ഭി ബൻ ജാനാ ഹെ ഫിർ യുഗൾ ഭി ബന്നാ ഹെ. അപ്പം ബാബ പറയണം, ഒറ്റയ്ക്കും ആകണം, പിന്നെ യുഗളും ആകണം, കമ്പൈനീനും ആകണം. കാരണം ഒറ്റയ്ക്കാണ് വരുന്നതും ഒറ്റയ്ക്കാണ് പോകുന്നതും. പിന്നെ ആത്മാ പരമാത്മാ രൂപം ഇവിടെ കമ്പൈനീനാകണം. കോയിക്കോ ആനേസേ ഹി ലോട്ടറി മിൽ ജാത്തി ഹെ. ചിലർക്ക് വരുമ്പോൾ തന്നെ ലോട്ടറി കിട്ടുകയാണ്. കോയിക്കോ പ്രയത്ന കർണേസേ ലോട്ടറി മിൽത്തി. ചിലർക്ക് വളരെ പ്രയത്നിച്ചാലേ ലോട്ടറി കിട്ടുകയുള്ളൂ. ഐസേ ഉच्च ഭാഗ്യശാലി അപ്പനേക്കോ സമജ്തേ ഹോ. അപ്പോൾ അങ്ങനെയുള്ള ഊഞ്ച് ഭാഗ്യശാലി അപ്പനേക്കോ സമജ്തേ ഹോ, അങ്ങനെയുള്ള ഉയർന്ന ഭാഗ്യശാലിയായിട്ട് തന്നെ മനസ്സിലാക്കുന്നുണ്ടോ. കുമാരവും കേലിയെ ഭി സരൾ മാർഗ് ഹെ. കുമാരന്മാർക്കും ഇത് വളരെ സരളമായ മാർഗമാണ്. ക്യോങ്കി ഉരുട്ടി സീഡി ജോ ചടേ ഹുയേ ഹെ ഉൻകോ ഉത്തർനി പടുത്തി ഹെ. വിപരീതമായിട്ടുള്ള സീഡി ഏതാണോ കയറിയിട്ടുള്ളത് അത് ഇറങ്ങേണ്ടി വരും. ഇസിലിയെ കുമാർ കുമാരിയോ കേലിയെ ഔർ ഹി സഹജ്. അതുകൊണ്ട് കുമാർ കുമാരിമാർക്ക് ഇത് വളരെ സഹജമാണ്. ജോ ബന്ധൻ മുക്ത് ഹോത്തേ ഹെ വഹ് ജൽദി ദൗഡ് സക്തേ ഹെ. ആരാണോ ബന്ധനമുക്തനായിട്ടുള്ളത് അവർക്ക് വളരെ പെട്ടെന്ന് ഓടാൻ കഴിയും. തോ സബി ബാത്തോമേ നിർബന്ധൻ രഹിന ഹെ. എല്ലാ കാര്യങ്ങളിലും നിർബന്ധനരായിരിക്കണം. കൈസി ബി പരിസ്ഥിതിമേ അപ്പനി സ്ഥിതി ഊഞ്ചി രഖ്നി ഹെ. എങ്ങനെയുള്ള പരിതസ്ഥിതിയിലും തൻ്റെ സ്ഥിതി ഉയർത്തി വയ്ക്കണം. ജോ ഊഞ്ച് ജീവൻ കാ ലക്ഷ്യ ഹെ
ഉൻസെ ദൂർ നഹി ഹോനാ ഹെ. തൻ്റെ ഉയർന്ന ജീവിതത്തിൻ്റെ ലക്ഷ്യം അതിൽ നിന്നൊരിക്കലും ദൂരെയാകരുത്. ബാബ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, ജീവിതത്തിൻ്റെ ലക്ഷ്യത്തിൽ നമ്മൾ ഒരിക്കലും ദൂരെയാകാൻ പാടില്ല. ഇനി അതെന്തെല്ലാം പരിതസ്ഥിതികൾ വന്നിരുന്നാലും. അപ്പം നമുക്ക് കിട്ടിയിരിക്കുന്ന ഏറ്റവും ഉയർന്ന ഭാഗ്യത്തെ സദാ ഓർമ്മയിൽ വെച്ച് നമ്മൾ സന്തോഷമായിട്ട് ജീവിക്കണം. ഓം ശാന്തി.